ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചില്ലി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യം ചിക്കൻ നല്ല വൃത്തിയായി കഴുകി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടുള്ള സവോള, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മല്ലിയിലയും കൂടി എല്ലാം കഷ്ണമാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വലുതായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്, എന്നല്ല കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരു 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഐറ്റംസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കുറച്ച് വഴറ്റാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി അങ്ങ് എടുക്കട്ടെ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, കുറച്ച് ഗരം മസാലയും, കുറച്ച് ചിക്കൻ മസാലയും, അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതെല്ലാം വലിയ കഷ്ണങ്ങളാട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ. ചിക്കൻ ചില്ലി എങ്ങനെ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കടിക്കേണ്ട പാകത്തിൽ വേണം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം വറുത്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റംസ് എല്ലാം. സോസെല്ലാം കൂടി ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസാണ് കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കേണ്ടത് കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ശത്രു മല്ലിയിലയും കൂടി ഫുള്ള് വെതറി അങ്ങ് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഫുള്ള് മിക്സ് ആക്കിയിട്ട് ഒരു 6-7 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മസാലയും കാര്യങ്ങളും അതും ഇതൊക്കെ പിടിച്ചൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പം അതിന് ശേഷം ഇത് തുറന്ന് നോക്കുന്നുണ്ട്. എല്ലാം സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ചില്ലി ഇവിടെ തയ്യാറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ നല്ല നെയ്ച്ചോറും എല്ലാം കൂട്ടിയിട്ട് കഴിക്കാനാണെങ്കിൽ ബഹുക്കേമോ. നെയ്ച്ചോറ് മാത്രമല്ല പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.